ഞാനും ഷോണും കൂടെ കഴിഞ്ഞ ദിവസം ലീഡ്സിൽ ഒരു 3-day ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ലീഡ്സ് എന്ന് പറയുമ്പോൾ പ്രോപ്പർ ലീഡ്സ് അല്ല, നല്ല കൺട്രി സൈഡായിട്ടുള്ള കറക്റ്റ് സ്ഥലത്തിൻ്റെ പേര് സ്ലാത്വ എന്നായിരുന്നു. നല്ല ബ്രിട്ടീഷ് കൺട്രി സൈഡ്, പ്രോപ്പർ ബ്രിട്ടീഷ് കൺട്രി സൈഡാണ്. സിറ്റിയിൽ നിന്നൊക്കെ കുറച്ച് മാറിയിട്ടാണ്. അവിടെ ഒരു എയർബിൻബി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ അവിടെ 2 ക്യാബിനായിട്ടായിരുന്നു അത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് കിച്ചണും ടോയ്ലറ്റുമായിട്ടൊരു ക്യാബിനും, അവർ ഹാൻഡ് ബിൽറ്റ് ചെയ്തതാണ് കേട്ടോ 2 ക്യാബിനും. പിന്നെ ഒന്ന് ഒരു ലിവിങ് റൂം പോലെയാണ്, ബട്ട് എക്സ്റ്റെൻഡബിൾ ബെഡൊക്കെ ആയിട്ട്. പിന്നെ ഓൾഡ് സ്റ്റൈല് ഫയർ പ്ലേസ് ഒക്കെ ഉണ്ടായിരുന്നു, നമ്മൾ വുഡൊക്കെ ഇട്ട് കത്തിക്കുന്ന കൂട്ട് സ്റ്റൈല്. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ, നല്ല വ്യൂ ആയിരുന്നു. ഒട്ടും വീടുകളൊക്കെ വളരെ കുറവ്, വീടുകളും ആൾക്കാരൊക്കെ വളരെ കുറവായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. നല്ല മരങ്ങളുടെ ഇടയ്ക്ക് ഒരു ട്രീ ഹൗസ് പോലെയാണ് അവരത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാ സൈഡിൽ നിന്നും ലൈറ്റ് വരുന്ന രീതിക്ക്, സൂര്യ വെളിച്ചം കറക്റ്റ് അകത്തോട്ട് വരുന്ന രീതിക്കായിരുന്നു. നല്ല വ്യൂ. അവിടെ തന്നെ ഇരുന്നാലും ഒരു സൈഡിൽ ഹില്ലാണ്, താഴെ പുഴയാണ്, ട്രെയിൻ പോണത് കാണാം. എന്നാൽ ഒട്ടുമേ സിറ്റി അല്ലാത്ത ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ ഒരു 2-3 days ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ഒന്ന് നടക്കാനൊക്കെ പോയി. ചെറിയൊരു പുഴയൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ. പുഴ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു സാധനം ഒഴുകുന്നുണ്ട് സൈഡിൽ കൂടെ. പിന്നെ പശുവിനെ കണ്ടു കേട്ടോ. പശു, ആട് അവരാണ് ഏറ്റവും കൂടുതൽ അവിടെ കണ്ടത്. മനുഷ്യന്മാരെ അധികം കണ്ടൊന്നുമില്ല. കുറേ ആടിനെയൊക്കെ ഉള്ള ആടിൻ്റെ ഫാമൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ നടക്കാനായിട്ട് ഇറങ്ങി. പക്ഷെ ഭയങ്കര കാറ്റായിരുന്നു, കാലാവസ്ഥ വെരി പ്രതികൂലമായിരുന്നു. ഭയങ്കര കാറ്റും മഴയായിരുന്നു, ഓൾ ഡേ ഫുൾ മഴയായിരുന്നു. പക്ഷെ ഞങ്ങൾ പിന്നെ രണ്ടും കൽപ്പിച്ച് നടക്കാനായിട്ട് ഇറങ്ങി. പിന്നെന്താണ്, കാറ്റുണ്ടല്ലേ, കാറ്റായിരുന്നു. തൊപ്പി വരെ പറന്നു പോകട്ടോ, അമ്മാതിരി പെരും കാറ്റായിരുന്നു. പെരും കാറ്റും വലിയ ഇറക്കമാണ്. അത്ര നമുക്ക് ബാലൻസ് അത്ര കിട്ടത്തില്ല. ചെറിയൊരു റോഡാണ്, പക്ഷെ കാറൊക്കെ ഇടയ്ക്ക് വരും. വളരെ 1-2 കാറൊക്കെ ഇത്രയും ഞങ്ങൾ നടന്നിട്ട് പാസ് ചെയ്തുള്ളൂ കേട്ടോ. പിന്നെ ഒരു വലിയൊരു മരം കണ്ടു. ഷോണിന് അത് ഭയങ്കര ഇഷ്ടമായി. കുറേ നേരം അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് അതിലൂടെ നടന്നു. മഴ ഇടയ്ക്ക് പെയ്യും. ഞങ്ങൾ റെയിൻ കോട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഭയങ്കര പെരും മഴയായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങളവിടെ നടന്നൊരു കനാലിൻ്റെ അവിടെ എത്തി. ഭയങ്കര ലോങ് ആയിട്ട് കാണാനാണ്. അവിടെയാണ് കുറച്ച് ആൾക്കാർ മീറ്റ് ചെയ്ത്, ആൾക്കാരൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, ട്രെയിനൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ കൊക്കിനെ കണ്ടു. അതിൻ്റെ പേര് ഞങ്ങൾ കണ്ടുപിടിച്ചായിരുന്നു കേട്ടോ, പേര് മറന്നുപോയി. അവരുടെ ബുക്കിനകത്ത് നിന്ന് കണ്ടുപിടിച്ചു കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇതൊരു കനാൽ തന്നെയാണ്, ബട്ട് ഒരു വീടിൻ്റെ ബാക്ക് സൈഡാണ്. വീടിൻ്റെ ബാക്ക് വ്യൂ എന്ത് രസമാണെന്ന് നമുക്ക്. നമ്മൾ ഒരുപാട് വീടുകളൊന്നുമില്ല, കുറച്ച് വീടുകളൊക്കെ ഉള്ളൂ. പിന്നെ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ആ മലയുടെ മണ്ടയിലാണ് കേട്ടോ. മലയും താഴെ ഇറങ്ങി വന്നതാണ്. ഇത് ഒരാളുടെ ഒരു വീടിൻ്റെ ഗാർഡൻ അവർ സെറ്റ് ചെയ്തിരിക്കണതാണ് കേട്ടോ. നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ കറങ്ങി നടന്ന് ഒരു കോഫിയൊക്കെ കുടിച്ചായിരുന്നു. അവിടെ ഒരു കോഫി ഷോപ്പ് മാത്രമേ കണ്ടുള്ളൂ. കോഫി ഷോപ്പായിരുന്നില്ല, ഒരു ഫാക്ടറി ആയിരുന്നു. ഫാക്ടറിയിൽ തന്നെ അവരുടെ കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ പോയി കോഫിയൊക്കെ കുടിച്ച് തിരിച്ച് ഫുൾ കയറ്റം വരുന്നു. ഒരുപാട് നടന്നു വന്നു. പിന്നെ ഫുൾ ആടിനെയൊക്കെ കണ്ട്, ചുമ്മാ കുറച്ച് പശുവിനെയൊക്കെ കണ്ട് ഒന്ന് തിരിച്ച് നടന്ന് വീട്ടിലെത്തി. അതിൽ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ കൺട്രി സൈഡൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ലീഡ്സ് അല്ലെങ്കിൽ യോർക്ക്ഷയർ നല്ലൊരു ചോയ്സാണ്. ഇത് രാത്രിക്ക് ഇറങ്ങി ഞങ്ങൾ നടന്നു. ഭയങ്കര കാറ്റാണ് കേട്ടോ, കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ച് രാത്രി ആയപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഫുൾ സെറ്റാണ്, അടിപൊളി ലൈറ്റൊക്കെ മിന്നുന്നുണ്ട്. ഇത് രാവിലത്തെ വ്യൂ ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു.